ഹലോ പ്രിയപ്പെട്ട വരന്മാരെ വരത്തികളെ, ഈയൊരു വിളി അടുത്ത വീഡിയോയോടുകൂടി അവസാനിക്കും. പിന്നെ നിങ്ങളെ വരന്മാരെ എന്ന് ഞാൻ വിളിക്കില്ല, വരത്തികളെ എന്നും വിളിക്കില്ല. പിന്നെ നിങ്ങളെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ എന്നെല്ലാം വിളിക്കും, അല്ലേ? പക്ഷെ നിങ്ങൾ വരന്മാരും വരത്തികളുമായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല. തീർച്ചയായും ഒപ്പമുണ്ടാവും. നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം, ചോദിക്കാം. വീഡിയോകൾ ഇനിയും വരും, ചെറിയതും വലുതുമായ വീഡിയോകൾ. ഒരു വീഡിയോ കൂടി ചെയ്യാനുണ്ട്. ഇത് 49ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ അടുത്ത വീഡിയോ എന്ത് വേണമെന്ന് ഇപ്പോൾ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് കുറേ ദിവസമായിരുന്നു, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത് അവസാനമാണ്. എന്ത് വീഡിയോ വേണമെന്ന് ഇപ്പോഴും എൻ്റെ മനസ്സിലില്ല. കുറച്ചുകൂടി ടഫായ വീഡിയോ വേണമെന്നാണ് ചിന്തിക്കുന്നത്. നിങ്ങളുടെ ഇത്രയും ദിവസത്തെ അധ്വാനത്തിന് അവസാനത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു വീഡിയോ വേണം എന്നാണ് ചിന്തിക്കുന്നത്. ചിലപ്പോൾ അത് കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും. അപ്പോൾ കാത്തിരിക്കുക. നമ്മളുടെ ചലഞ്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരു വീഡിയോ കൂടിയുള്ളൂ, ഇന്നത്തെ കൂടാതെ ഒരു വീഡിയോ കൂടിയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനും ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും നന്ദി. എന്തെങ്കിലും മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്തെല്ലാമാണെന്ന് ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇടാം. നിങ്ങളുടെ അനുഭവങ്ങളെല്ലാം നിങ്ങൾ പങ്കുവയ്ക്കണം. 100 ദിവസമായി നമ്മൾ ഇതിൻ്റെ പുറകെ നടക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായോ? എന്തെങ്കിലും നെഗറ്റീവ്സ് തോന്നുന്നുണ്ടോ? എന്തെല്ലാമാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്? എൻ്റെ അവതരണത്തിൽ വല്ല പ്രശ്നങ്ങളുമുണ്ടോ? ഞാൻ വരയ്ക്കുന്നതിലെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. ഇനി എന്നെപ്പോലെയുള്ള കുറേ ആർട്ടിസ്റ്റുകളെ നമുക്ക് പരിചയപ്പെടണം. ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇവിടെയുണ്ട്, ഞാൻ മാത്രമല്ല. അപ്പോൾ അവരെ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എൻ്റെ ചാനലിലൂടെ തന്നെ. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക. ഇവിടെ നമ്മൾ വരയ്ക്കുന്നത് മത്തനാണ്. പെർമനൻറ്റ് ഗ്രീൻ കൊണ്ടാണ് ആദ്യം വരച്ചത്, പിന്നെ ഓറഞ്ച് കൊണ്ട് വരച്ചു. ഇവിടെ ഞാൻ പിക്ക് ചെയ്തെടുക്കുന്നത് കുറച്ചൊരു ഹൈലൈറ്റ് വേണം, അവിടെ പൊങ്ങി നിൽക്കുന്ന ഒരു ഭാഗമായി തോന്നിപ്പിക്കാൻ വേണ്ടിയാണ്. ആ ഭാഗം നനയ്ക്കുക. അതിനുശേഷം ജസ്റ്റ് ഡ്രൈ ആയി ബ്രഷ് എടുത്ത്, അതായത് ബ്രഷ് നന്നായി ടിഷ്യൂ പേപ്പർ തുടച്ച് അവിടെ നിന്ന് പിക്ക് ചെയ്യുക. കുറച്ച് റെഡ് ഉപയോഗിച്ച് താഴെ ഒന്നുകൂടി ഡാർക്കാക്കുന്നു. ഈ കളറിലെ മത്തനുണ്ടോ എന്നെല്ലാം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നമുക്ക് നിലനിർത്തുള്ള മത്തനം വരയ്ക്കാം. അതെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. അവസാനമായി വീണ്ടും അതുതന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങളാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അതിൽ തെറ്റും കുറ്റവും തിരുത്തലും എല്ലാം ഉണ്ട്, അതും അറിഞ്ഞിരിക്കണം. അത് പറയുമ്പോൾ ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായി പോകരുത്. ഓരോരുത്തരും നിങ്ങളോട് പറയുന്ന ഓരോ കമൻറ്റുകളും നിങ്ങളുടെ മുന്നോട്ടാണ് നയിക്കേണ്ടത്. അതിന് നെഗറ്റീവായി പോകുന്നത് ഒരു നല്ല സ്വഭാവമല്ല. കാരണം നമ്മളൊരിക്കലും ഒരു 100% ആയ വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ തെറ്റും കുറ്റങ്ങളും എല്ലാം ഉണ്ടാവും. സാധാരണ ഒരു മനുഷ്യ സഹജമായ കാര്യങ്ങളാണ് ഇതെല്ലാം. പക്ഷേ എന്നും തെറ്റ് പറ്റാനും വേണ്ടി കാത്തിരിക്കാതെ പുതിയതായി മാറ്റങ്ങൾ കൊണ്ടുവരാനും കഴിയും വിധം അതിനെ തിരുത്തി മുന്നോട്ട് പോകാനും ശ്രമിക്കുക. ഒരാളും 100% അല്ല എന്ന ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം. കുറച്ച് ബ്ലൂ കൂടി ചേർത്ത് ഡാർക്കാക്കുന്നു. നിഴലാണ് വരയ്ക്കുന്നത്, കാസ്റ്റാർഡാണ്. കാസ്റ്റാർഡ് വരയ്ക്കുമ്പോൾ ഉള്ളൊരു കാര്യമുണ്ട്, നമ്മളുടെ ഓബ്ജക്റ്റിന് അടുത്തെത്തുമ്പോൾ ഡാർക്ക് നിറം വേണം, ദൂരേക്ക് പോകുമ്പോൾ ലൈറ്റ് നിറങ്ങൾ മതി. അതിൽ വരച്ചു. അതിനെ കുറച്ച് വെള്ളം കൂടി ചേർത്തൊന്ന് പരത്തിയെടുക്കുന്നു. മത്തൻ കുറച്ച് പൊങ്ങി നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ മത്തൻ ഇരിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇരിക്കില്ല എന്നാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. അതായത് നമുക്ക് മത്തനെ ഇങ്ങനെ ഇരുത്താം, വേണമെങ്കിൽ നിലത്ത് നിന്ന് പൊങ്ങിച്ച് നിർത്താം. പല രീതിയിൽ നമുക്കതിന് ചെയ്യാം. അതെല്ലാം നമ്മളുടെ കയ്യിലാണ്. അതാണ് ആർട്ടിസ്റ്റ്. നമ്മൾ ഏത് തരത്തിൽ ചിന്തിക്കുമെന്ന് നമുക്ക് പോലും പലപ്പോഴും മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപോലെ ചെയ്യുക. ഈ ഒരു കാസ്റ്റാർഡ് കുറച്ചുകൂടി താഴേക്ക്, അതായത് ആ മത്തനെ അടുത്തേക്ക് നീട്ടി വരയ്ക്കാതെ കുറച്ചുകൂടി താഴേക്ക് വരച്ച് നോക്കൂ. അപ്പോൾ ഈ മത്തൻ നിലത്ത് നിന്ന് പൊങ്ങി നിൽക്കുന്ന ഒരു ഫീലാണ് ഉണ്ടാവുക. എൻ്റെ ഡ്രോയിങ് ക്ലാസ്സിൽ അത്തരത്തിലുള്ള ട്രിക്കുകൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എൻ്റെ ഡ്രോയിങ് ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് അത് മനസ്സിലാവും. അവർ ഇത് പ്രയോഗിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും ഒന്ന് ശ്രമിച്ചു നോക്കുക. ചിത്രങ്ങൾ പുതിയതാവട്ടെ. ഇലയും അതേ കളർ തന്നെ സാപ്പ് ഗ്രീനും പെർമനൻറ്റ് ഗ്രീനും ഉപയോഗിച്ച് വരയ്ക്കുന്നു. ഇവിടെ നമ്മൾ ഹൈലൈറ്റും ലൈറ്റും എല്ലാം ശ്രദ്ധിക്കണം കേട്ടോ.
ഈ 50 ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ലൈറ്റ് ആൻഡ് ഷെയ്ഡ്. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്. എൻ്റെ തണ്ട് കുറച്ചുകൂടി ബ്രൗൺ നിറമെടുത്താണ് വരയ്ക്കുന്നത്. കുറച്ച് ഗ്രീനും ചേർക്കുന്നുണ്ട്. എൻ്റെ ഈ ചാനലിൽ ഏകദേശം 415 കൂടുതൽ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് പോയി കാണാൻ ശ്രമിക്കുക. ലാൻഡ്സ്കേപ്പ് വീഡിയോകളുണ്ട്, ലൈവ് വീഡിയോകളുണ്ട്. ലൈവ് വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടും. ആരും അത് കാണാറില്ല എന്നതാണ് സത്യം. കാരണം ലെങ്ത്ത് കൂടുതലായതുകൊണ്ട്. പക്ഷേ ഓരോരുത്തരുടെയും ചോദ്യത്തിനുള്ള ഉത്തരങ്ങളും പാട്ടും കൂത്തുമായി സന്തോഷമായി പോകുന്ന ലൈവ് വീഡിയോകളായിരുന്നു നമ്മളുടേത്. ഇപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം നെറ്റിൻ്റെ ചെറിയ ഇഷ്യൂകളുണ്ട്. നെറ്റ് കറക്റ്റായി സ്പീഡ് കിട്ടുന്നില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായി ചെയ്യാൻ കഴിയുന്നില്ല. എന്തായാലും നമുക്കതെല്ലാം ശരിയാക്കി മുന്നോട്ട് പോകണം. വീഡിയോകൾ റെഗുലറായി ഇനിയും വരും. വലുതും ചെറുതുമായ വീഡിയോകൾ, പലതരത്തിലുള്ള വീഡിയോകൾ. നമുക്ക് പല പരീക്ഷണങ്ങളും നടത്തണം. അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടാവണം. ഇതുവരെ ഈ ഒരു 100 ദിവസം നമ്മൾ ഒപ്പം നിന്നതുപോലെ ഇനിയും നിൽക്കണം. നിങ്ങൾ സ്വന്തമായി ഇൻസ്പയറായി തന്നെ വരയ്ക്കണം. നിങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. വേറെ ആർക്കും കഴിയില്ല. കാരണം നമ്മളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ നമുക്ക് മാത്രമേ അറിയൂ. സാഹചര്യങ്ങൾ നമുക്ക് മാത്രമേ അറിയൂ. ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കിയെടുക്കുക. നിങ്ങൾ പുറത്തേക്ക് ചിന്തിക്കുക. നമ്മളുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. അങ്ങനെ മുന്നോട്ട് പോവുക. അത്രേ ചെയ്യാൻ കഴിയൂ. ഒരാളും ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല എന്നെൻ്റെ വിശ്വാസം. ചിലർ പണം കൊണ്ട് വിജയിച്ചിട്ടുണ്ടാവും. പക്ഷേ മറ്റു പല കാരണങ്ങൾ കൊണ്ട് അവർ ഫെയിലിയർ ആവും. അപ്പോൾ അങ്ങനെ ചിന്തിക്കാതെ നമ്മൾക്ക് കഴിയും ഇത് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ജീവിതം ഒരു പരീക്ഷണം തന്നെയാണ്. ഓരോ ചിത്രങ്ങളും പരീക്ഷണം തന്നെയാണ്. വാട്ടർ കളർ പ്രത്യേകിച്ചും പരീക്ഷണമാണ്. അപ്പോൾ നമ്മളുടെ ഈ വാട്ടർ കളർ ചിത്രം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു പാഠവും അത് തന്നെയാണ്. പരീക്ഷിക്കുക. ചിലവത് ശരിയാവും, ചിലവത് ശരിയാവില്ല. ആ പയ്യൻ പറഞ്ഞതാണ് സത്യം. അപ്പോൾ കണ്ടിന്യൂ അപ്പമുണ്ട്. ഇനിയും നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യും. 50ാമത്തെ വീഡിയോ വരുമ്പോൾ വലിയൊരു ടാസ്ക്കാണ് നമ്മൾ ചെയ്ത് അവസാനിപ്പിക്കുന്നത്. നിങ്ങളെല്ലാം അതിന് ഭാഗവക്കായിരുന്നു. പലപ്പോഴും ഇതിൻ്റെ ഇടയിൽ പല തടസ്സങ്ങളും എനിക്ക് വന്നിട്ടുണ്ട്. എന്നാലും റെഗുലറായി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞു. തടസ്സങ്ങൾ നേരിട്ടത് നമ്മളുടെ എക്സിബിഷൻ വീഡിയോകൾ, അതായത് നിങ്ങൾ വരച്ച ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ്. പലപ്പോഴും 2 മണിക്കും 3 മണിക്കും രാവിലെ ആണ് ഞാൻ കിടക്കുന്നത് ഉറങ്ങാൻ. എൻ്റെ ജോലി കൂടി ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ കിടക്കും, രാവിലെ എണീക്കാൻ വൈകിപ്പോവും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മറക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഈ വരച്ച് കാണിക്കുന്ന വീഡിയോകൾ ഞാൻ ആദ്യം തന്നെ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചാണ് ഞാൻ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒട്ടും മുടക്കില്ലാതെ ചില ദിവസങ്ങളിലൊന്നും നേരം വൈകി പോയിട്ടുണ്ട് എന്നല്ലാതെ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. അതായത് റെഗുലറായി അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെ തോന്നുന്നു. തീർച്ചയായും നിങ്ങളുടെ വലിയ സപ്പോർട്ട് തന്നെയാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇനിയും നമ്മൾ നല്ല വീഡിയോകൾ ചെയ്യും. കാത്തിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക്, കമൻറ്റ്, ഷെയർ അത് പിന്നെ പറയണ്ടല്ലോ. നിങ്ങൾ തീർച്ചയായും ചെയ്യുമെന്ന് എനിക്കറിയാം. ഒരുപാട് നന്ദിയോടെ ജഗദീഷ് നാരായണൻ സൈനിങ് ഔട്ട്.